Hi friends, Chegg India registration processന്റെ പാർട്ട് 2 വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ രജിസ്ട്രേഷൻ വരെയാണ് ചെയ്തത്. രജിസ്ട്രേഷൻ കുറേ ഇമെയിൽ ഐ ഡി, നമ്മുടെ മൊബൈൽ നമ്പർ, ഫ്രണ്ട്സിൻ്റെ മൊബൈൽ നമ്പർ അതൊക്കെ വെച്ച് നമ്മൾ രജിസ്റ്റർ ചെയ്തു. നെക്സ്റ്റ് സ്റ്റെപ്പ് സബ്ജക്റ്റ് ടെസ്റ്റ് പാസ്സാവുക എന്നുള്ളതായിരുന്നു. ഞാൻ സബ്ജക്റ്റ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തു. ഞാൻ സെലക്ട് ചെയ്ത സബ്ജക്റ്റ് കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു. അതിൽ നിന്നൊരു 12 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരുന്നത്. ഈ സബ്ജക്റ്റ് ടെസ്റ്റ് പാസ്സായതിനു ശേഷം ഗൈഡ് ലൈൻ ടെസ്റ്റാണുള്ളത്. അതിനായിട്ട് ഡൗൺലോഡ് ഗൈഡ് ലൈൻസ് ചെയ്യുക. ആ ഡൗൺലോഡ് ചെയ്തിട്ട് അത് റീഡ് ചെയ്തിട്ട് അതിൽ നിന്നായിരിക്കും ഗൈഡ് ലൈൻ ടെസ്റ്റിനുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത്. നന്നായിട്ട് അത് പ്രിപ്പയർ ചെയ്യുക. വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഗൈഡ് ലൈൻ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. ഗൈഡ് ലൈൻ ടെസ്റ്റ് പാസ്സായ ഡിഗ്രി വെരിഫിക്കേഷനാണ് അടുത്ത പ്രോസസ്സ്. ഡിഗ്രി വെരിഫിക്കേഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും വരുന്നത്. അവിടെ നിങ്ങളുടെ അഡ്രസ്സ്, സിറ്റി, സ്റ്റേറ്റ് ഒക്കെ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഐ ഹാവ് കംപ്ലീറ്റഡ് മൈ ബാച്ചിലേഴ്സ് ഡിഗ്രി എന്ന് പറയുന്ന റേഡിയോ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഫൈനലായിട്ട് എടുത്ത ഡിഗ്രി ഏതാണോ, ബാച്ചിലേഴ്സ് ഡിഗ്രി ആണോ അതോ മാസ്റ്റേഴ്സ് ഡിഗ്രി ആണോ ഏതാണോ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് അല്ലെങ്കിൽ അത് PDF ആയിട്ട് അയക്കുക. അതുപോലെ തന്നെ JPEG ആയിട്ടും നിങ്ങൾക്ക് ഇതിൽ അറ്റാച്ച് ചെയ്യാവുന്നതാണ്. വേറെ കുറേ ഇൻഫർമേഷൻസ് നിങ്ങൾ പഠിച്ച കോളേജ് അതുപോലെ തന്നെ സിറ്റി ഏതാണ് ആ ഇൻഫർമേഷൻസൊക്കെ കൊടുത്ത് നിങ്ങൾക്കിത് സബ്മിറ്റ് ചെയ്യാം. നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത് പാൻ വെരിഫിക്കേഷനാണ്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ പാൻ നമ്പർ ചോദിക്കുന്നുണ്ട്. പാൻ നമ്പർ എൻ്റർ ചെയ്ത് അതും സബ്മിറ്റ് ചെയ്യുക. പാൻ വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ വരുന്ന നെക്സ്റ്റ് സ്റ്റെപ്പ് ബാങ്ക് വെരിഫിക്കേഷനാണ്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ നിങ്ങളുടെ വാലിഡ് ആയിട്ടുള്ളൊരു ബാങ്ക് അക്കൗണ്ട് നമ്പർ കൊടുക്കുക. അതുപോലെ തന്നെ IFSC കോഡും കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ളൊരു ബാങ്ക് ഐ ഡി തന്നെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഒരു ജോയിൻ്റ് അക്കൗണ്ട് മാക്സിമം ഇതിൽ നിന്ന് അവോയ്ഡ് ചെയ്യേണ്ടതാണ്. ബാങ്ക് വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ വരുന്ന നെക്സ്റ്റ് സ്റ്റെപ്പ് പ്രൂഫ് ഓഫ് അഡ്രസ്സാണ്. പ്രൂഫ് ഓഫ് അഡ്രസ്സിൽ ഡ്രൈവിംഗ് ലൈസൻസ്, വോട്ടേഴ്സ് ID, ആധാർ കാർഡ് ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം മാൻഡേറ്ററി ആയിട്ട് നമ്മൾ ഡേറ്റ കൊടുത്തിരിക്കണം. ഇപ്പോൾ വോട്ടേഴ്സ് ID കൊടുത്താൽ മറ്റു രണ്ടും കൊടുത്തില്ലെങ്കിലും പ്രശ്നമില്ല. നമുക്ക് അതുപോലെ തന്നെ 3ഉം നമുക്ക് എൻട്രി ചെയ്യാവുന്നതുമാണ്. ഫൈനൽ സ്റ്റെപ്പാണ് മൊബൈൽ വെരിഫിക്കേഷൻ. ഇതിനായി നിങ്ങൾ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ യൂസ് ചെയ്യുക. അതിലേക്കൊരു OTP വരും. ആ OTP എൻ്റർ ചെയ്ത് മറ്റ് കുറേ ഡീറ്റെയിൽസ് ലൈക്ക് ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ ഇതൊക്കെ എൻ്റർ ചെയ്ത് നിങ്ങളുടെ മൊബൈൽ നമ്പർ വെരിഫൈഡ് ആക്കുക. ഇത്രയും സ്റ്റെപ്പ് കഴിയുമ്പോൾ ചെക്ക് രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയ ഇങ്ങനെ ഒരു പോപ്പപ്പ് വരും. ഇനി ഒരു 10 ഡേയ്സിനുള്ളിൽ ഹയറിംഗ് ടീംസ് നമുക്കൊരു മെയിൽ അയക്കും. നമ്മുടെ അക്കൗണ്ട് ആക്റ്റീവായി അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതെല്ലാം പറഞ്ഞൊരു മെയിൽ 10 ഡേയ്സിനുള്ളിൽ, 10 ഡേയ്സ് എടുക്കത്തില്ല, അതിനുള്ളിൽ തന്നെ നമുക്കൊരു മെയിൽ അയക്കും അവർ. ഇനി ആ മെയിൽ വന്നതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. എങ്ങനെ ഒരു ചെക്കിന് ആൻസർ ചെയ്യും, എങ്ങനെ ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്യും എന്നൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നോക്കാം. താങ്ക് യു ഗൈസ്.